കേരളത്തിൽ നിന്നുള്ള യുവാക്കൾ ഉൾപ്പെടെ പതിനായിരക്കണക്കിന് ആളുകൾ ജോലി ചെയ്യുകയും ബിസിനസ് സംരംഭങ്ങൾ നടത്തുകയും ചെയ്യുന്ന നഗരമാണ് ബംഗളൂരു. അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ഐ.ടി. നഗരത്തിൽ ഇപ്പോഴിതാ രണ്ടാമതൊരു വിമാനത്താവളം നിർമ്മിക്കാനുള്ള പ്രാരംഭ നടപടികൾ വേഗത്തിൽ പുരോഗമിക്കുകയാണ്. സമീപഭാവിയിൽ തന്നെ രണ്ടാമതൊരു വിമാനത്താവളം എന്നത് മെട്രോ നഗരത്തിന്റെ ആവശ്യമാണ്. കെമ്പഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളം ഇനിയും വികസിപ്പിക്കാൻ പരിമിതികളുണ്ട്. കഴിഞ്ഞ വർഷം 3,70,00,000 യാത്രക്കാരാണ് വിമാനത്താവളം ഉപയോഗിച്ചത്. മാരത്തോൺ ചർച്ചകൾക്കും അന്വേഷണത്തിനുമൊടുവിൽ രണ്ടാമതൊരു വിമാനത്താവളം നിർമ്മിക്കുന്നതിന് അനുയോജ്യമായ 3 സ്ഥലങ്ങളുടെ ചുരുക്കപ്പട്ടികയും സംസ്ഥാന സർക്കാർ തയ്യാറാക്കിക്കഴിഞ്ഞു. ബംഗളൂരുവിന് സമീപ ജില്ലയായ രാമനഗരയിലാണ് പുതിയ വിമാനത്താവളം നിർമ്മിക്കാൻ സാധ്യത കൂടുതൽ. ബിഡദി, ഹരോഹള്ളി, രാമനഗര ജില്ലയിലെ തന്നെ മഗഡി താലൂക്കിലെ ഗ്രാമമായ സോളൂര് എന്നീ 3 അവസാന പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നത്. നെലമംഗലയ്ക്കും കുനിഗലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലങ്ങൾ കണ്ടെത്തിയെങ്കിലും അവസാന തീരുമാനത്തിലെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. തങ്ങളുടെ മണ്ഡലങ്ങളിലേക്ക് വിമാനത്താവളം കൊണ്ടുവരാനായുള്ള ശ്രമങ്ങളും തർക്കങ്ങളും മന്ത്രിമാര് ഉൾപ്പെടെയുള്ളവരുടെ ഭാഗത്തുനിന്ന് ഉയരുന്നതും കാലതാമസത്തിന് കാരണമാണ്. ബംഗളൂരു നഗരത്തിൽ നിന്ന് 70 കിലോമീറ്റർ അകലെയുള്ള തന്റെ മണ്ഡലത്തിലേക്ക് വിമാനത്താവളം കൊണ്ടുവരാനാണ് ഉപമുഖ്യമന്ത്രിയും ബംഗളൂരു വികസന മന്ത്രിയുമായ ഡി.കെ. ശിവകുമാര് ശ്രമിക്കുന്നത്. ശിവകുമാറിന് വെല്ലുവിളിയുയർത്തി തുംകുരുവിലേക്ക് രണ്ടാം വിമാനത്താവളം കൊണ്ടുവരണമെന്ന് ശക്തമായി വാദിക്കുന്നത് ആഭ്യന്തര മന്ത്രി ഡോക്ടർ ജി.